നമസ്കാരം. സ്പോട്ട് ലൈവ് ആരംഭിക്കുകയാണ്. കോഴിക്കോട്ട് വടകരയിൽ കാരവാനിൽ 2 മൃതദേഹങ്ങൾ കണ്ട സംഭവം നാടിനെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു. വാഹനത്തിൽ ഉറങ്ങിയവർ മരിച്ചത് കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചെന്നാണ് നിഗമനം. ഈ വാർത്തയാണ് സ്പോട്ട് ലൈവ് ആദ്യം പരിശോധിക്കുന്നത്. സംഭവത്തിൽ മറ്റു ദുരൂഹതകളില്ല. കാരണം ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേരളത്തിൽ ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും പറയുന്നത് ഇങ്ങനെ കാറിനുള്ളിൽ AC ഇട്ട് കിടന്നുറങ്ങുക എന്നുള്ളത്. പെട്രോളോ ഡീസലോ ഉള്ള വാഹനമാണെങ്കിൽ അത് തീർന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും പുറത്തു വരുന്നത്, വണ്ടി ഓഫായാൽ പുറത്തു വരുന്ന കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. അതുകൊണ്ട് മറ്റു ദുരൂഹതകളൊന്നുമില്ല. കാരവാൻ ഡ്രൈവർ മനോജും സഹായി ജോയലുമാണ് മരിച്ചത്. 2 ദിവസമായി ഈ കാരവാൻ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ജോയൽ വാഹനത്തിന്റെ പിൻഭാഗത്തെ ബർത്തിലും മനോജ് സ്റ്റെപ്പിലും മരിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വന്നുള്ളൂ, പറഞ്ഞിട്ടില്ല. ഇപ്പോൾ വല്ല പരിശോധന കഴിഞ്ഞാൽ നമുക്ക് അവർ പറയുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം. കുറേ നാളായി ജോലി 5-8 മാസമായി, 8 മാസത്തോളായിട്ടുള്ളൂ. AC-യിൽ നിന്നുള്ള വാതക ചോർച്ചയാവാം അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ കൂടുതൽ വ്യക്തത കിട്ടൂവെന്നും പോലീസ് അറിയിച്ചു. ഇന്നലെ കരിമ്പനപ്പാലത്ത് വെച്ച് ഒരു കാരൻ വണ്ടിയിൽ 2 പേര് മരണപ്പെട്ട് കിടക്കുന്നതായി പോലീസ് കാണപ്പെടുകയും അതിന് ഇന്നലെ എല്ലാ സജ്ജീകരണവും ഒരുക്കി ഇന്നതിന് ഇൻക്വസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻക്വസ്റ്റിൽ സമയത്ത് സയന്റിഫിക് എക്സ്പേർട്ട്, ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ്, അതുപോലെ തന്നെ RTOന്റെ ടീം എല്ലാവരും ഉണ്ട്. ഇൻവെസ്റ്റിഗേറ്റ് മെഡിക്കൽ കോളേജിൽ ബോഡി അയക്കും. എന്റെ മരണകാരണം വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജ് അയക്കുന്നത്. വേറെ നിലവിലെ സാഹചര്യത്തിലൊന്നും കാണുന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് അത് പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് കൃത്യമായ വിവരം പറയാൻ പറ്റും. കൃത്യമായി തന്നെ പോലീസിന് നിഗമനമുണ്ട്. കാരണം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് മരണം എന്നുള്ള കാര്യത്തിൽ വടകര CI സുനിൽകുമാറാണ് ഈ വിഷയത്തിൽ സംസാരിച്ചത്. നമുക്ക് MS അനീഷ് കുമാറിലേക്ക് ഒന്ന് പോകണം. അനീഷ്, രാവിലെ ഈ സംഭവം പുറത്തറിഞ്ഞപ്പോൾ ഇതിൽ ചില ദുരൂഹതകൾ ഉണ്ടാവാം എന്ന് സംശയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായി വരികയാണ്. നമുക്കറിയാം, ഇത്തരം മരണങ്ങൾ ഒരുപാട് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ഇങ്ങനെ വാഹനങ്ങൾ AC ഓൺ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടെയും അതുതന്നെയല്ലേ സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ വിവരം പുറത്തു വരുന്നത്. ആദ്യം കാരവാനിൽ 2 പേർ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വന്നത്. അപ്പോൾ തന്നെ ഒരു ആശയക്കുഴപ്പം വന്നു. സാധാരണഗതിയിൽ ഈ കാരവാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളാണ് കൂടുതലും. സാധാരണക്കാർക്ക് അത്തരത്തിലാണ് പരിചയം. നാട്ടുകാരും അത്തരമൊരു സംശയമാണ് ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ചത്. എന്നാൽ പിന്നീടാണ് ഈ മലപ്പുറത്ത് പൊന്നാനിയിലുള്ള ഒരു കമ്പനി, കാരവാൻ നൽകുന്ന ഒരു കമ്പനിയിൽ നിന്നൊരു കാരവാനാണ് ഇതെന്ന് കണ്ടെത്തിയത്. ഒപ്പം ഈ ആളുകൾ, ഈ മരിച്ചു കിടക്കുന്ന ആളിൽ മനോജ് എന്നയാൾ കാരവാന്റെ ഡ്രൈവറും ഒപ്പമുണ്ടായിരുന്ന കാസർഗോഡ് സ്വദേശിയായ ജോയൽ എന്നയാൾ ഇദ്ദേഹത്തിന്റെ സഹായിയുമാണ് എന്ന് വ്യക്തമായത്. അവർ കണ്ണൂരിലൊരു വിവാഹ പാർട്ടിയിൽ, അതായത് വിവാഹ പാർട്ടിക്ക് സഞ്ചരിക്കാനായി വാഹനത്തിൽ കൊണ്ടുപോയ ശേഷം അവിടെ നിന്നും മടങ്ങി വരുന്ന വഴിയായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു നിരവധി ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് ഈ വാഹനം നിർത്തിയിട്ടത്. അതുകൊണ്ട് അവർ വരുന്ന വഴിയിൽ നഗരത്തിന്റെ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞ ഒരിടത്ത് വാഹനം നിർത്തി ഭക്ഷണം കഴിച്ച ശേഷം ഒരുപക്ഷെ അല്പസമയം ഒന്ന് മയങ്ങാം, ഒന്ന് ഉറങ്ങാം എന്ന് കരുതി വാഹനം ഒരു വശത്തൊതുക്കി വിശ്രമിച്ചതാവാനാണ് സാധ്യത. അതിനുശേഷം AC ഓഫ് ആവുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുകയോ ചെയ്തിരിക്കാം. ആ സമയത്ത് ഈ വാഹനത്തിനുള്ളിൽ നിന്നും പുറത്തുനിന്ന് അകത്തേക്കുമുള്ള ഈ ശ്വാസോച്ഛ്വാസം നടത്തേണ്ട വിശ്വാസവായു ലഭിക്കാതെ വന്ന ഒരു സാഹചര്യത്തിൽ ഈ കാർബൺ മോണോക്സൈഡ് ഈ ചേംബറിനുള്ളിൽ, ഈ കാരവാനുള്ളിൽ നിറയുകയും അത് ശ്വസിച്ച് ഇരുവരും മരിക്കുകയും ചെയ്തേക്കാം എന്നൊരു പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. ഒരാൾ ഈ പിൻവശത്തെ ബർത്ത് ഭാഗത്തും അടുത്തയാൾ ഈ പടിക്കെട്ടിനോട് ചേർന്ന ഭാഗത്തുമാണുള്ളത്. അതൊരു പക്ഷേ ഉള്ളിൽ കഴിഞ്ഞപ്പോൾ ശ്വാസം കിട്ടാതെ വന്നുകൂടി പുറത്തേക്ക് പോകാൻ ഒരു ശ്രമം, കതക് തുറന്ന് പുറത്തിറങ്ങാനുള്ള ഒരു ശ്രമം നടത്താൻ വന്നപ്പോഴേക്കും അദ്ദേഹം പൊഴിഞ്ഞു വീണിരിക്കാം എന്ന ഒരു കണക്കൂട്ടിലാണുള്ളത്. നിലവിൽ പോലീസിന് ഒപ്പം ഈ ഫിംഗർ പ്രിന്റ് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും മറ്റ് ഫോറൻസിക് വിദഗ്ധരും ഒക്കെ വാഹനത്തിൽ പരിശോധന നടത്തി. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തിയിട്ടുണ്ട്. ദുരൂഹമായ അല്ലെങ്കിൽ
സംശയാസ്പദമായ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനുള്ളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പോലീസും മറ്റ് തെളിവ് ശേഖരണം നടത്തിയ ആളുകളും പറയുന്നത്. പക്ഷേ ഇത്തരമൊരു അപകട മരണം ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ദുരൂഹമായ സാഹചര്യത്തിലുള്ള മരണമായതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തും. പോലീസ് പറയുന്നത് പ്രാഥമികമായി ശ്വാസം ലഭിക്കാതെ അല്ലെങ്കിൽ വിഷവാതകം ശ്വസിച്ചായിരിക്കാം മരണം നടന്നത് എന്നാണ്. പക്ഷേ അവർക്ക് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയില്ല. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായ ഒരു ചിത്രം ലഭിക്കും. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്ന മുറയ്ക്കാവും ഇതിന്റെ ഒരു വ്യക്തത വടകര പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. എന്തായാലും വലിയ സന്നാഹങ്ങളോടുകൂടി തന്നെ പോലീസ് ഈ അന്വേഷണം നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വാഹനത്തിനുള്ളിൽ AC ഓൺ ചെയ്ത് കിടന്നുറങ്ങുന്ന കാരവാന്റെ 2 സ്ഥലങ്ങളിലാണ് ഈ പറഞ്ഞ ആളുകൾ 2 പേരും മരിച്ചത്. ഒന്ന് സ്റ്റെപ്പിലാണ് ഒരാൾ മരിച്ചു കിടന്നത്, മറ്റൊരാൾ തൊട്ടപ്പുറത്തെ ക്യാബിലാണ് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ കാരവാൻ എന്ന് പറഞ്ഞാൽ കാർ പോലെയല്ല, വലിയ വാഹനമാണ്, ഒരുപാട് സൗകര്യങ്ങളുള്ള വാഹനമാണ്. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കേണ്ടത് കാരവാൻ പോലെയുള്ള വാഹനങ്ങളിലും ഇത്തരം സംഭവങ്ങൾ നടക്കും എന്നുള്ളതാണ്. കാറിലെ ഒരു മുന്നിലും പുറകിലും ഇരിക്കുന്ന സീറ്റുകളിൽ ഒരു കമ്പാർട്ട്മെൻറ്റിൽ മാത്രം ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ഇങ്ങനെ AC എവിടെയൊക്കെ സ്പ്രെഡാകുന്നു അവിടെയൊക്കെ ഈ കാർബൺ മോണോക്സൈഡ് എന്ന വാതകം വ്യാപിക്കുമെന്നുള്ളതും ഇത്തരം മരണങ്ങൾ അതിലും, കാരണം കാരവാനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, നമുക്കറിയാം. മണിക്കൂറുകളോളം കാരവാൻ ഓൺ ചെയ്തിട്ട് കിടന്നുറങ്ങുന്നവരുമൊക്കെ ഉണ്ട്. ആഡംബരത്തിൻ്റെ അവസാന വാക്കുകൂടിയാണ് ഇപ്പോൾ നമുക്ക് കാരവാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കാരവാനിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നതിൻ്റെ ഉദാഹരണം കൂടി ആവുകയാണ് ഈ സംഭവം. അനീഷ്, തീർച്ചയായും ഈ കാരവാൻ ആഡംബരത്തിന്റെ അവസാന വാക്കായി ഒരു കാലത്ത് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും നമുക്കറിയാം സിനിമാ താരങ്ങളാണ് ആദ്യകാലത്ത് ഈ കാരവാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം പലയിടങ്ങളിലായാണ് ചിത്രീകരണം നടക്കുക. അവർക്ക് ഈ മോശം സാഹചര്യങ്ങൾ, അതായത് കനത്ത ചൂട്, മഴ, അല്ലെങ്കിൽ ഈ പോകുന്ന ഇടങ്ങളിൽ വസ്ത്രം മാറ്റാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവാതിരിക്കാം, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് പലപ്പോഴും സിനിമാ ചിത്രീകരണങ്ങൾ നടന്നു വന്നിരുന്നത്. അതുകൊണ്ട് കൂടുതലായും സിനിമാ താരങ്ങളാണ് ഇത്തരം കാരവാനുകൾ ഉപയോഗിച്ചു വന്നിരുന്നത്. ആദ്യകാലങ്ങളിൽ പ്രമുഖ സൂപ്പർ താരങ്ങളൊക്കെയാണ് ഉപയോഗിച്ചെങ്കിൽ പിന്നീട് യുവതാരങ്ങളടക്കമുള്ളവർക്ക് വേണ്ടി കാരവാൻ, ഈ പ്രധാന താരങ്ങൾക്ക് വേണ്ടി 1-2 കാരവാൻ ഉപയോഗിക്കുക. മറ്റ് ജൂനിയർ താരങ്ങൾ അല്ലെങ്കിൽ താരതമ്യേന വലിയ താരമൂല്യമില്ലാത്ത താരങ്ങൾക്കായും കാരവാൻ നൽകുന്ന സംവിധാനമൊക്കെ സിനിമാ മേഖലയുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരവാൻ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരു നയം തന്നെ നമ്മുടെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി, അദ്ദേഹം ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് കൊണ്ടുവന്നിരുന്നു. കാരവാൻ ടൂറിസത്തിന് വലിയ പ്രോത്സാഹനം നൽകുന്ന തരത്തിലുള്ള നയങ്ങൾ മാറ്റുകയും അതിന് പ്രത്യേക പ്രോത്സാഹനം നൽകുകയും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഈ കാരവാൻ ടൂറിസത്തിനായി അല്ലെങ്കിൽ കാരവാനുകൾ വാങ്ങുന്നതിനായി ധനസഹായം നൽകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിൽ ഇത്തരത്തിൽ കാരവാൻ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനികൾ ഒരുപാട് ഇടങ്ങളിൽ, പ്രത്യേകിച്ചും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടൊക്കെ പ്രവർത്തിക്കുന്നു. അത്തരത്തിലൊരു ടൂറിസം, കാരവാൻ ടൂറിസവുമായി ബന്ധപ്പെട്ട കമ്പനികളിലൊന്നാണ് ഈ മനോജും ഈ ജോയലുമൊക്കെ ഉൾപ്പെടുന്ന സ്ഥാപനം. അവർ ഈ വാഹനം തന്നെ നോക്കിയാൽ ഒരു വിവാഹ ഓട്ടത്തിനായി പോയ കാരവാനാണ്. കാരണം പരമ്പരാഗതമായ ഈ ടൂറിസ്റ്റ് വണ്ടികളിലും അല്ലെങ്കിൽ AC ഉള്ള മറ്റു വണ്ടികളൊക്കെ പോകുന്നതിനപ്പുറം കുറച്ചുകൂടി ആഡംബരം നിറഞ്ഞ ഒരു വണ്ടിയിലേക്ക് യാത്ര മാറ്റുക. ഒപ്പം ഈ വിവാഹം കഴിയുന്ന വധൂവരന്മാർക്കൊക്കെ വളരെ ആഡംബരമായ രീതിയിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാനും മറ്റുമൊക്കെ ഈ കാരവാൻ ഉപയോഗിക്കുന്ന ഒരു കാലം. ഒപ്പം കുടുംബസമേതം നടത്തുന്ന ടൂറുകൾക്ക്, വിനോദസഞ്ചാര യാത്രകൾക്ക് കാരവാൻ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ കാരവാൻ മലപ്പുറത്തു നിന്നും കണ്ണൂരിന് പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ കാരവാൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ചേംബർ എന്ന രീതിയിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ്. കാരണം ഈ മറ്റ് ബസ്സുകൾക്ക്, സ്വകാര്യ ബസ്സുകൾക്കൊക്കെ ഉള്ള പോലെ മറ്റ് വിൻഡോകളോ അല്ലെങ്കിൽ മറ്റ് ഷട്ടറുകളോ അത്തരം കാര്യങ്ങളൊന്നുമില്ല. അതിന് 4 വശവും ഗ്ലാസാൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ ഒരു പഴുത് പോലും പുറത്തേക്കില്ലാത്ത വിധം ഭദ്രമായ ഒരു പൊതിഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനമാണ് ഈ കാരവാനുള്ളത്. പൂർണ്ണമായും ശീതീകരണ സംവിധാനം ഉപയോഗിച്ച് അല്ലെങ്കിൽ എയർ കണ്ടീഷണർ ഉപയോഗിച്ച് മാത്രമാണ് ഇതിനുള്ളിലെ അന്തരീക്ഷവായു പലപ്പോഴും ശുദ്ധമായി നിലനിർത്തുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഈ കാരവാൻ അവർ വഴിയരികിൽ ഒതുക്കിയ ശേഷം വാഹനം ഓൺ ചെയ്ത് ഇതിനകത്ത് വിശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ സാങ്കേതിക തകരാറുകൾ മൂലമോ മറ്റൊക്കെ അല്ലെങ്കിൽ ഇന്ധനത്തിന്റെ ഒരു ലഭ്യത കുറവോ മറ്റും മൂലമൊക്കെ ഈ കാരവാൻ ഓഫായി പോവുകയോ അല്ലെങ്കിൽ ഇതിന്റെ AC സംവിധാനം പ്രവർത്തിക്കുകയോ തിരിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്.
നമുക്കറിയാം ഈ വടകരയിൽ ഭക്ഷണം കഴിച്ച ശേഷം ചിലപ്പോൾ 1 മണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ വിശ്രമിച്ചിട്ട് യാത്ര പുനരാരംഭിക്കാം എന്ന് കരുതിയാവും ഇവർ ഈ കാരവാനിനുള്ളിൽ കടന്നുറങ്ങിയത്. പക്ഷേ കാരവാനിലെ ഉറക്ക സുഖത്തിൽ കൂടുതൽ സമയം ഉറങ്ങിപ്പോയതുകൊണ്ട് അവർ ഒരുപക്ഷെ കാരവാൻ ഓഫായതോ അതിന്റെ ഈ AC-യുടെ പ്രവർത്തനം നിലച്ചതോ അറിഞ്ഞിട്ടുണ്ടാവില്ല. AC ആണ് ഏകമാർഗം. ഒരു ജനാല പോലെ അകത്തു നിന്ന് പുറത്തേക്കും പുറത്തു നിന്ന് അകത്തേക്കുമൊക്കെ ഈ ശുദ്ധവായു എത്തിക്കാൻ പറ്റുന്ന ഏകമാർഗം AC ആയിരുന്നു. ആ സംവിധാനം പരാജയപ്പെട്ടതോടുകൂടി ഇതിനുള്ളിൽ തെങ്ങി നിന്ന കാർബൺ മോണോക്സൈഡ് പുറത്തേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയും അവർ പ്രാണവായു കിട്ടാതെ പിടഞ്ഞു മരിച്ചിരിക്കാനുമാണ് സാധ്യത. ഒരാൾ ഈ രണ്ടുപേരും പിൻവശത്ത് ബർത്തിലായിരിക്കാം കടന്നുറങ്ങിയത്, അല്ലെങ്കിൽ ആ ഭാഗത്തായിരിക്കും. ഒരാൾ അവിടെ നിന്നും മുന്നോട്ട് ഈ പ്രവേശന കവാടത്തിലേക്ക് എത്തി ആ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടാനുള്ള ഒരു നീക്കം നടത്തിയതാവാം അദ്ദേഹം മുൻവശത്ത് അദ്ദേഹത്തിനെ കാണാൻ ഇടയാക്കിയത്. എന്തായാലും അങ്ങേയറ്റം അപകടകരമായ സാഹചര്യം തന്നെയാണ്. നേരത്തെയും മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പുകളൊക്കെ നൽകിയിരുന്നു. ഇത്തരത്തിൽ AC ഇട്ട് ഒരു വാഹനത്തിൽ കിടന്ന് ഉറങ്ങരുത്, ഒരുപാട് സമയം ഇത്തരത്തിൽ വിശ്രമിക്കുന്നതൊക്കെ അപകടകരമായ ഒരു സാഹചര്യം വിളിച്ചു വരുത്തും എന്നൊക്കെയുള്ള പലവട്ടമുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായും പാലിക്കപ്പെടുന്നില്ല. ചിലപ്പോൾ വളരെ ചെറിയ നേരത്തേക്കാവും അവർ വിശ്രമിക്കണമെന്ന് കണക്കുകൂട്ടിയിരുന്നു. നമ്മളൊക്കെ അടക്കം പലപ്പോഴും യാത്രകൾ പുറപ്പെടുമ്പോൾ അല്ലെങ്കിൽ കുടുംബമായിട്ടൊക്കെ യാത്ര പോകുമ്പോഴൊക്കെ നമുക്കും പലപ്പോഴും പറ്റുന്നതാവും. കാരണം രാത്രിയൊക്കെ ദീർഘനേരം ഡ്രൈവ് ചെയ്ത് ക്ഷീണിതരാകുമ്പോൾ അല്പനേരം വാഹനം ഒരു വശത്ത് ഒതുക്കി വിശ്രമിക്കാമെന്ന് കരുതി വിശ്രമിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. പക്ഷേ അരമണിക്കൂർ എന്ന് കരുതി വിശ്രമിക്കുന്ന ആ വിശ്രമം കൂടുതൽ ദൈർഘ്യത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ഇന്ധനം തീരുന്നതിനും ഈ വാഹനത്തിന്റെ AC സംവിധാനം തകരാറിലാവുന്നതിനുമൊക്കെയുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത്തരം വലിയ അപകടങ്ങൾ ഇത്തരത്തിൽ വിശ്രമിക്കുമ്പോൾ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സംഭവം വ്യക്തമാക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും വാഹനങ്ങൾ നമുക്ക് ഉറക്കമൊക്കെ വരുമ്പോൾ നമുക്കറിയാം അപകടങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് ഈ ഉറക്കത്തിലുള്ള ഡ്രൈവിംഗ്, അതായത് ഉറക്കം പിടിച്ചുള്ള ഡ്രൈവിങ്ങിലാണ് പല അപകടങ്ങളും സംഭവിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അതിന് പറയുന്നൊരു പ്രധാനപ്പെട്ട മാർഗ്ഗമാണ് അല്പനേരം റോഡ് അരികിലെങ്ങാനും വാഹനം ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഉച്ചയ്ക്ക് ശേഷം ആഹാരം കഴിച്ചതിന് ശേഷമോ ഒക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ, രാത്രി ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഒരു 10 മിനിറ്റ് ഉറങ്ങുക എന്നുള്ളത്. അവിടെ അങ്ങനെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും അടക്കം അത്തരം കാര്യങ്ങൾ നമ്മളോട് പലരും പറയാറുണ്ട്. പക്ഷേ അപ്പോൾ ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ AC ഓൺ ചെയ്തിട്ട് ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ധനത്തിൻ്റെ ഈ വാഹനത്തിൻ്റെ ഇന്ധന നില കൂടി പരിശോധിക്കേണ്ടി വരും. കാരണം ഈ വളരെ ഇന്ധനം തീർന്നു കഴിയുമ്പോഴാണ് വാഹനം ഓഫ് ആവുകയും തുടർന്ന് AC പ്രവർത്തിക്കുകയാണെങ്കിൽ കാർബൺ മോണോക്സൈഡ് വാഹനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും അത് നമ്മൾ ശ്വസിക്കാനിടയാവുകയും മരണം സംഭവിക്കുകയും വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഇത് വല്ലാത്തൊരു ഡയലമയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അനീഷ്, ഇവിടെ ഈ കാരവാനിൻ്റെ ഷേപ്പൊക്കെ നമുക്ക് കാരവാനുമായി ബന്ധപ്പെട്ട് ഇവർ സ്ഥിരമായി ഇങ്ങനെ ചെയ്യുന്ന ആളുകളൊക്കെ ആയിരിക്കാം. ഒരു പക്ഷേ കാരവാനിലൊക്കെ ഇതിനു മുൻപും ഈ പറഞ്ഞ പോലെ ദീർഘദൂര യാത്രകളിലൊക്കെ ഉറങ്ങുന്ന ആളുകളൊക്കെ ആയിരിക്കാം. ഇത്തരം ഒരു അപകടം ഒരുപക്ഷെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്, സംശയമില്ല. കാരണം കാരവാൻ പോലുള്ള സംവിധാനത്തിലും ഇത് ആവർത്തിക്കുമെന്ന് പറഞ്ഞ് ഞെട്ടിപ്പിക്കുന്നതാണ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവെക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇവരുടെ ബന്ധുക്കളൊക്കെ മറ്റൊന്നും സംശയിക്കുന്നില്ലല്ലോ അല്ലേ ഇതുമായി ബന്ധപ്പെട്ട്? MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഏതായാലും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. ദുരൂഹതയില്ലെന്ന് പ്രാഥമിക നിഗമനമുണ്ട് എങ്കിൽ പോലും ഇതിൽ അന്വേഷണം തുടരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാകും വടകരയിൽ കാരവാനിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഒന്നുകൂടി വ്യക്തമാകുക എന്നുള്ളതാണ്. MS സനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ നവജാത ശിശു പൂർണ്ണ അംഗവൈകല്യത്തോടെ ജനിച്ച സംഭവത്തിൽ പ്രതിഷേധ സമരത്തിനൊരുങ്ങി പരാതിക്കാരായ കുടുംബം. അടുത്ത ദിവസം മുതൽ തങ്ങൾ ആശുപത്രിക്ക് മുന്നിൽ സമരമിരിക്കുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കളായ സുറുമിയും അനീഷും ന്യൂസ് 18നോട് പറഞ്ഞു. കുട്ടിയുടെ ചികിത്സ ഏറ്റെടുക്കുമെന്നും കുറ്റക്കാരായ ഡോക്ടർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യവകുപ്പ് തങ്ങളെ പറ്റിക്കുകയാണെന്ന് കുടുംബം ആരോപിച്ചു. ആലപ്പുഴ ഡിസ്ട്രിക്ട് കളക്ടർ ഇതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല. ആലപ്പുഴ DMO ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ആലപ്പുഴ MLA ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല. ഇവരെല്ലാം ആരെയാണ് പേടിക്കുന്നത്? അല്ലെങ്കിൽ ഇവരാരെയാണ് സംരക്ഷിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഈ ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത്? ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളുടെ പൈസയിൽ നിന്ന്, നികുതി കിട്ടുന്ന പൈസയിൽ നിന്നാണ് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഈ പറഞ്ഞ MLA ആയിക്കോട്ടെ, ഈ പറഞ്ഞ ആരോഗ്യ WMCയിലെ ഡോക്ടർമാരായിക്കോട്ടെ, അവർക്ക് ശമ്പളം കൊടുക്കുന്ന സാധാരണക്കാരൻ. ഞാൻ 100 രൂപയുടെ ഡീസൽ അടിക്കുമ്പോഴത്തേക്ക് എൻ്റെ നിന്ന് മേടിക്കുന്നുണ്ട് അതിന്റെ നികുതി. അതുകൂടെ ചേർത്തിട്ടാണ് അവർ ശമ്പളം കൊടുക്കുന്നത്. അപ്പം ജനങ്ങൾക്ക് സേവ ചെയ്യേണ്ടവർ ജനങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു.
ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ നവജാത ശിശുവിൻ്റെ അംഗവൈകല്യത്തോടെ ജനിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമായിരുന്നു നേരത്തെ. ഇതിൽ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പൊക്കെയാണ് ആരോഗ്യവകുപ്പും മന്ത്രിയുമടക്കം കുടുംബത്തിന് നൽകിയിരുന്നത്. പക്ഷേ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഈ മാതാപിതാക്കളുടെ പരാതി. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, പൂർണ്ണമായും എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ആ കുടുംബത്തിന് നൽകിയത്? അന്നത്തെ പ്രതിഷേധമൊക്കെ ശമിപ്പിക്കാനായി, ഒന്ന് ആശ്വസിപ്പിക്കാനായി ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ മറ്റു പല കാര്യങ്ങളിലും സംഭവിക്കുന്നത് പോലെ ഇവിടെയും ഇവർക്ക് നീതിയില്ല എന്നുള്ളതാണോ ഇപ്പോൾ മനസ്സിലാകുന്നത്? രഞ്ജിത്ത്, ആ കുടുംബത്തിന്റെ അവസ്ഥ അതീവ ദയനീയമാണ്. കാരണം നമ്മൾ ആശുപത്രിയിൽ വെച്ച്, വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് സുറുമിയെയും അനീഷിനെയും കാണുന്നത്. അന്ന് സുറുമി, അതായത് ഇന്നും സുറുമി ഇപ്പോൾ ICUവിന്റെ ഫ്രണ്ടിൽ അവിടെ ഉണ്ട്. കുഞ്ഞ് ICUവിലാണ്. കാരണം നമുക്കറിയാം, ആ കുട്ടിക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉള്ള കുട്ടിയാണ്. ഗുരുതരമായ പ്രശ്നങ്ങളോട് കൂടിയാണ് കുഞ്ഞ് ജനിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ തന്നെ ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ഡോക്ടർമാർക്കെതിരെയും ഒപ്പം തന്നെ ശങ്കേഴ്സ്, മിഡാസ് എന്നീ സ്വകാര്യ സ്കാനിംഗ് സെന്ററുകൾക്കെതിരെയും ഗുരുതര ആരോപണമാണ് ഉയർന്നിരുന്നത്. തുടർന്ന് ഈ ഡോക്ടർമാർക്കെതിരെ പോലീസ് കേസെടുത്തു. ഈ 2 സ്കാനിംഗ് സെന്ററിലെ ഡോക്ടർമാർക്കെതിരെയും ഒപ്പം ഈ സുറുമിയെ ഗർഭാവസ്ഥയിൽ ചികിത്സിച്ച ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർ പുഷ്പ, ഡോക്ടർ ഷേർലി എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ സ്കാനിങ്ങിന്റെ പല ഘട്ടത്തിലും, അതായത് ഗർഭാവസ്ഥയിൽ സാധാരണഗതിയിൽ ഒരു സ്ത്രീ വിധേയയാകേണ്ട സ്കാനിങ്ങിനേക്കാൾ കൂടുതൽ 7 തവണയാണ് സുറുമിയെ സ്കാനിങ്ങിന് വിധേയയാക്കിയത്. ആ ഘട്ടത്തിലൊന്നും തന്നെ പുറമേ ഉള്ള അംഗവൈകല്യങ്ങൾ ഉൾപ്പെടെയുള്ള കുഞ്ഞിന്റെ പ്രശ്നങ്ങൾ കണ്ടെത്താനോ അതിൽ നിന്നും അതിനെ മറികടക്കാനുള്ള മറ്റ് ചികിത്സ നൽകുന്നതിനോ ഉള്ള കാര്യം ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല, സ്കാനിംഗ് സെന്ററുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതായിരുന്നു കുടുംബം ഉന്നയിച്ച പരാതി. ഈ പരാതിയിന്മേലാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തത്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം വലിയ വിവാദമായി മാറി. കുട്ടിക്ക്, കാരണം കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അത് അങ്ങേയറ്റം മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. കാരണം കുഞ്ഞിന്റെ കണ്ണ് ഇതുവരെ തുറന്നിട്ടില്ല. ഒപ്പം തന്നെ നാവ് മലർന്നു കിടന്ന് കുഞ്ഞിന് ഉറങ്ങാൻ കഴിയില്ല. നാവ് അകത്തേക്ക് പോകുന്ന സാഹചര്യമാണ്. ട്യൂബിലൂടെയാണ് ഈ അമ്മ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് 45 ദിവസം മാത്രമേ ആയുള്ളൂ സിസേറിയൻ ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് സുറുമിക്ക്. അന്ന് തൊട്ട് ഇന്ന് വരെയും ആ കുടുംബം ആശുപത്രിയും വീടുമായി കയറിയിറങ്ങുന്ന അതീവ ദയനീയ സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഈ സംഭവങ്ങളൊക്കെ വലിയ വിവാദമായി കത്തിപ്പടർന്ന സമയത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. വനിതാ ശിശു ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി 2 സ്കാനിംഗ് സെന്ററുകൾക്ക്, അതായത് ശങ്കേഴ്സിനും മിഡാസിനുമെതിരെ ഇവർ നടപടി സ്വീകരിച്ചു എന്നുള്ള പത്രക്കുറിപ്പ് തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഈ സ്കാനിംഗ് സെന്ററുകളുടെ 2 ഇടങ്ങൾ, അതായത് ഈ അവിടെ പരിശോധന നടത്തിയപ്പോൾ ഒന്ന് പ്രധാനപ്പെട്ടതായി കാണാൻ കഴിയായിരുന്നത് ഏത് ഡോക്ടർമാരാണ് ഇവരെ സ്കാനിങ്ങിന് വിധേയനാക്കിയിട്ടുള്ളത് എന്നുള്ള ഒരു ലോഗ് ബുക്ക് അവിടെ ഉണ്ടാകേണ്ടതാണ്. അത്തരത്തിലുള്ള യാതൊരു സാധനങ്ങളും ആ 2 സ്കാനിംഗ് സെന്ററുകളിലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ബോധപൂർവ്വം മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. മറ്റൊന്ന്, CCTV ദൃശ്യങ്ങൾ ഒന്നും തന്നെ 2 സ്കാനിംഗ് സെന്ററുകളിൽ നിന്ന് കണ്ടെത്താനായി പോലീസിന് കഴിയുകയും ചെയ്തിരുന്നില്ല. ഇപ്പോൾ ലാബിൽ സ്കാനിങ്ങിന് മാത്രം തടസ്സം സംഭവിക്കുകയും ബാക്കിയുള്ള രീതിയിൽ ഈ ലാബ് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ഡോക്ടർ പുഷ്പയും ഡോക്ടർ ഷേർലിയും ഇപ്പോഴും അതിനുശേഷം നമുക്കറിയാം ഒരുപാട് കേസുകൾ ഇവർക്കെതിരെ ഉയർന്നു വന്നു. ഡോക്ടർ പുഷ്പയ്ക്കെതിരെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത നവജാത ശിശുക്കളുടെ കൈകൾക്ക് തളർച്ച സംഭവിച്ച പ്രസവത്തെ തുടർന്ന് തളർച്ച സംഭവിച്ച കേസുകൾ ഉൾപ്പെടെ നിരവധി പരാതികൾ വന്നു. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ 4ഓളം കേസുകൾ ആലപ്പുഴ സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം വന്നു. പക്ഷേ ആരോഗ്യവകുപ്പിലെ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. അവർ അതിന് പറയുന്ന ഒരു മുടന്തൻ ന്യായമെന്ന് പറയുന്നത് മെഡിക്കൽ ബോർഡ് കൂടിയതിനു ശേഷം മാത്രമേ മറ്റ് ഡിസിഷൻസിലേക്ക് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് കേരളത്തിലെ മറ്റ് കേസുകൾ പരിശോധിച്ചാൽ അറിയാം, മെഡിക്കൽ ബോർഡ് കൂടി ഒരു കേസിൽ പോലും ഈ ഡോക്ടർമാരോ അല്ലെങ്കിൽ മറ്റ് പ്രതിസ്ഥാനത്തേക്ക് വരുന്ന ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ പിന്നീട് അത് കൂടുതൽ നിയമ നടപടികളിലേക്ക് പോകാത്ത വിധം അത് ഒതുക്കി തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസവും കുട്ടിക്ക് മൂക്കിലൂടെ ട്യൂബ് വഴിയാണ് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത്. ലിംഗനിർണ്ണയം പോലും സാധ്യമല്ലാത്ത അവസ്ഥയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആൺകുട്ടിയാണ് എന്നുള്ളത് പരിശോധനകളിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ആ കുഞ്ഞിനിപ്പോൾ ശ്വാസകോശത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നു. കാരണം ഭക്ഷണം അകത്തേക്ക് ചെല്ലുമ്പോൾ കുറുങ്ങലടക്കമുള്ള പ്രശ്നങ്ങളുമായി കുഞ്ഞ് വീണ്ടും ICUവിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു അമ്മയും അച്ഛനും
അനുഭവിക്കാവുന്ന ദുരിതത്തിന്റെ പരമാവധി അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വികാരപരമായ ഒരു പ്രതിഷേധത്തിലേക്ക് ആ കുടുംബം നീങ്ങുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് നടത്തി ഇതിനകത്ത് നടപടിയെടുക്കുമെന്ന് പറഞ്ഞ് തങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഒന്ന്, ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിൽ എത്തിയത്. അന്ന് ഇവരെ കുട്ടിയുടെ കാര്യത്തിൽ പറഞ്ഞത് കുട്ടിക്ക് വേണ്ട ചികിത്സകളെല്ലാം നൽകും എന്നുള്ളതാണ് വ്യക്തമാക്കിയിരുന്നത്. കാരണം പല ഘട്ടത്തിലും കണ്ടുപിടിക്കാൻ കഴിയാമായിരുന്ന ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ, കാലുകൾക്കുൾപ്പെടെ കുഞ്ഞിന് പ്രശ്നമുണ്ട്, ചെവിക്ക് പ്രശ്നമുണ്ട്. അത്തരത്തിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ പുറമെ ഉണ്ടായിട്ടും ഇത് കണ്ടുപിടിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിന്റെ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ ഏറ്റെടുക്കും എന്നുള്ള കാര്യം അവരോട് പറഞ്ഞിരുന്നു. അതിനൊരു ടീം ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്നാൽ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം ഇവർ ചികിത്സയ്ക്ക് ചെന്ന് കുട്ടിയുടെ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന് പണം ഈടാക്കി, മെഡിക്കൽ കോളേജ് അധികൃതർ പണം ഈടാക്കിയതോടെ കുടുംബം വലിയ കാരണം നീതി കിട്ടിയില്ല എന്നൊരു വികാരം അവർക്കുണ്ട്. അവർക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ ആദ്യഘട്ടത്തിൽ ആരോഗ്യമന്ത്രിയായാലും ആശുപത്രി അധികാരികളായാലും ഒക്കെ നൽകിയിരുന്നു. വലിയ വിവാദമായപ്പോൾ ശരണ്യ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിനൊരു നീതി അവർക്ക് ലഭിക്കും, നടപടി ഉണ്ടാകും, ഇങ്ങനെ ഒരു സംഭവം മറ്റുള്ളവർക്ക് ആവർത്തിക്കില്ല എന്ന് നമ്മൾ കരുതിയിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടവരൊക്കെ ഇപ്പോഴും നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് അകന്ന് നടക്കുന്നു എന്നുള്ളത് ദയനീയമായ കാര്യമാണ്. ശരണ്യ, ഒപ്പം ഈ കുടുംബത്തിൻ്റെ തീരുമാനം എന്താണ്? അവർ ഒരു തരിമ്പ് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അവർക്ക് നീതി കിട്ടുന്നിടം വരെ എന്ന് തന്നെയല്ലേ? നിരാഹാരം അടക്കമുള്ള കാര്യങ്ങൾ അവർ എന്താണ് അവർ അത്തരത്തിൽ സമരരംഗത്തേക്ക് അവർ മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, വേറെ നിവർത്തിയില്ലാത്ത സാഹചര്യമാണ് ആ കുടുംബത്തിലുള്ളത്. അനീഷ് ടാക്സി ഡ്രൈവറാണ്, സുറുമി വീട്ടമ്മയാണ്, 2 പെൺകുഞ്ഞുങ്ങൾ ഇവർക്ക് വേറെ വീട്ടിലുണ്ട്. ഈ കുട്ടികളെ നോക്കാൻ പോലും ആരുമില്ലാത്ത സാഹചര്യത്തിൽ ഈ 2 രക്ഷകർത്താക്കളും ആ ആശുപത്രി വരാന്തകൾ കയറി ഇറങ്ങി നടക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തതിന് പണം ഈടാക്കിയതോടുകൂടി അത് നമ്മൾ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു. അതായത് സൗജന്യ ചികിത്സ നൽകുമെന്ന് പറഞ്ഞ കുഞ്ഞിന്റെ കുടുംബത്തിന്റെ കയ്യിൽ നിന്നും പണം ഈടാക്കി എന്നുള്ള കാര്യം പുറത്തേക്ക് വന്നതോടുകൂടി ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയും കാര്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഈ കാര്യങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി നോക്കിക്കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇപ്പോൾ ഒരു വിഭാഗത്തിൽ നിന്ന് നീതിപൂർവമായ സമീപനം കിട്ടുമ്പോൾ അപ്പുറത്ത് WNC കേന്ദ്രീകരിച്ച് നടന്ന, അതായത് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നയിച്ച ആ ഒരു ആശുപത്രിയോ അല്ലെങ്കിൽ ആശുപത്രി അധികൃതർക്കെതിരെയോ ഒരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അനീഷിനെയും കുടുംബത്തിനെയും മാത്രമല്ല നിരവധി പരാതികൾ ആശുപത്രിക്കെതിരെ നിന്നിട്ടും എന്തുകൊണ്ട് സംരക്ഷിക്കുന്നു എന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. അതുകൊണ്ട് അനീഷും സുറുമിയും വരും ദിവസങ്ങളിൽ WNC ആശുപത്രിയുടെ മുന്നിൽ സമരത്തിനിരിക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ അതിനുവേണ്ടിയുള്ള ഒരു ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ ലജനത്ത് വാർഡ് കേന്ദ്രീകരിച്ച് രൂപീകരിച്ചിട്ടുണ്ട്. അവർ DMAയോടെ സമരത്തിലേക്ക് കുടുംബം പോകുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ബോർഡ് കൂടിയിട്ടുണ്ട്. കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് പറയാൻ ഉള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ള ചികിത്സ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി മെഡിക്കൽ ബോർഡ് കൂടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എത്രമാത്രം, അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെയുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ഡോക്ടറോട് വിവരങ്ങൾ കൈമാറുമ്പോൾ അത് താൻ തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അതിനെന്ത് ചികിത്സ വേണമെന്നോ അല്ലെങ്കിൽ എന്താണ് അടുത്ത നടപടി ആ കുടുംബം എന്ത് സ്വീകരിക്കണമെന്നോ ഒരു മറുപടി പോലും ആലപ്പുഴ DMO ഓഫീസ് കേന്ദ്രീകരിച്ച് അവർക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിസ്സഹായാവസ്ഥയിൽ ഗതികെട്ടാണ് ആ കുടുംബം ഇപ്പോൾ സമരത്തിന് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിക്ക് മുന്നിലേക്ക് പോകാൻ പോകുന്നത്. രഞ്ജിത്ത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ പങ്കുവച്ചതായാലും ആ സംഭവത്തിൽ അവർക്ക് നീതി കിട്ടണമെന്ന കാര്യത്തിൽ സംശയമില്ല. ലാബിനെതിരെയും ആശുപത്രി ഡോക്ടർക്കെതിരെയും മറ്റും നടപടി വേണം. പക്ഷേ അതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. സന്ധ്യ തിയേറ്റർ കേസിൽ നടൻ അല്ലു അർജുൻ പോലീസിന് മുൻപിൽ ഹാജരായി. ഹൈദരാബാദ് പോലീസ് ഇതിനായി നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ഇതിനിടെ പുഷ്പ സിനിമയ്ക്കെതിരെ കോൺഗ്രസ് നേതാവ് നവീൻ രാജകൊണ്ടെ പുതിയ ഒരു പരാതി നൽകി. മനു ഭാരത വിവരങ്ങൾ പങ്കുവെക്കും. മനു, ഇതിപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമായി തെലങ്കാനയിൽ മാറിയ ഒരു പശ്ചാത്തലമുണ്ട്. ഇതെങ്ങനെയാണിത് വളർന്നു വരുന്നത്? ഇപ്പോൾ ഇന്ന് മനസ്സിലാകുന്നത് അല്ലു അർജുനെ ചോദ്യം ചെയ്യാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കൃത്യമായ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല. പോലീസിന് അങ്ങനെ ഒരു പരാതിയുണ്ട്. ഒപ്പം കോൺഗ്രസ് അല്ലുവിനെതിരെ വലിയ തോതിൽ നേതാക്കളടക്കം രംഗത്ത് വരുന്ന പശ്ചാത്തലമുണ്ട്. എങ്ങനെയാണിത് ഈ തരത്തിലേക്ക് ഈ വിഷയം വളർന്നു വരുന്നത്? രഞ്ജിത്ത്, ഇവിടെ തെലങ്കാന സർക്കാർ നടത്തുന്ന ഒരു നീക്കം അല്ലു അർജുൻ
അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, അതുകൊണ്ട് കസ്റ്റഡിയിൽ അദ്ദേഹത്തെ വിട്ടുകിട്ടണമെന്നും അങ്ങനെ ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും ഒക്കെ പറയാനൊക്കെയുള്ളൊരു നീക്കം നടക്കുന്നതെന്ന് ആരോപണമുണ്ട്. കാരണം ഹൈക്കോടതി അല്ലു അർജുന് ജാമ്യം അനുവദിച്ച പശ്ചാത്തലത്തിൽ ഇത് റദ്ദ് ചെയ്യാൻ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാൻ കഴിയുമോ എന്ന കാര്യം തെലങ്കാന സർക്കാർ പരിശോധിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. ഏതായാലും അല്ലു അർജുൻ ഇന്ന് രാവിലെ നിയമവിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് പോലീസിന് മുന്നിൽ ഹാജരായത്. അല്ലു അർജുൻ വ്യക്തമാക്കിയ ഒരു കാര്യം, താൻ ഈ അന്വേഷണവുമായി എല്ലാ ഘട്ടത്തിലും സഹകരിക്കും എന്നതാണ്. നേരത്തെയും അദ്ദേഹം അത് പറഞ്ഞിരുന്നു. അങ്ങനെ പറയാത്തൊരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും പോലീസ് കടുത്ത നടപടിയിലേക്ക് നീങ്ങും എന്ന് ഉറപ്പാണ്. അതേസമയം ഈ അന്വേഷണവുമായി എല്ലാ ഘട്ടത്തിലും സഹകരിക്കുക എന്നതാണ് അല്ലു അർജുൻ വ്യക്തമാക്കുന്നത്. ഇന്ന് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ചിലപ്പോൾ ഈ തിയേറ്ററിൻ്റെ സമീപത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ഏറെക്കുറെ പറയുന്നുണ്ട്. സ്വാഭാവികമായി ആ പരിസരത്തൊക്കെ വലിയ പോലീസ് സന്നാഹം ഒരുക്കിയിട്ടുണ്ട്. ഈ അല്ലു അർജുനെ ചോദ്യം ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്തും നല്ല രീതിയിലുള്ള ശക്തമായ സുരക്ഷാ സംവിധാനം ഒരുക്കി 200 മീറ്ററിൻ്റെ ചുറ്റളവിൽ അവിടെ വാഹന ഗതാഗതം യാത്രയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ചിൽക്കട്ട്പിള്ളി പോലീസ് സ്റ്റേഷന് ചുറ്റും ആളുകൾ തടിച്ചുകൂടിയ ഒരു സാഹചര്യമുണ്ട്. അല്ലു അർജുൻ്റെ വീടിന് ചുറ്റും വെള്ള ഷീറ്റിട്ട് മറച്ച ഒരു സാഹചര്യം. അങ്ങനെ വളരെ ശക്തമായി പോലീസ് നീങ്ങുന്നു, കരുതലോടുകൂടി അല്ലു അർജുനും നീങ്ങുന്നു എന്നാണ് ഇതിലെ ഒരു വിഷയം. രഞ്ജിത്ത് ചോദിച്ച ഈ രാഷ്ട്രീയ സാഹചര്യം, BJPയും BRSും ശക്തമായി അല്ലു അർജുന് പിന്തുണയുമായി എത്തുന്നു. കോൺഗ്രസ് അതേസമയം അല്ലു അർജുൻ തെറ്റുകാരനാണ് എന്ന നിലപാട്, ഈ പ്രശ്നത്തിന് ഉത്തരവാദിയാണ് എന്ന നിലപാട് ആവർത്തിക്കുകയും ചെയ്യുന്നു. കാരണം കഴിഞ്ഞിടയ്ക്ക് പോലീസ് ഒരു 6 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ പുറത്തുവിട്ടിരുന്നു. അല്ലു അർജുൻ ഇങ്ങനെ ഒരു അപകടമുണ്ടായ സാഹചര്യത്തിൽ അവിടെ നിന്ന് മാറിപ്പോകാൻ ആവശ്യപ്പെട്ടപ്പോൾ സിനിമ കാണുന്നതിലാണ് പിന്നെ താല്പര്യം പ്രകടിപ്പിച്ച് അതിനുശേഷം തിരിച്ചു പോകുമ്പോൾ വീണ്ടും ആളുകൾക്ക് നേരെ കൈവീശുന്ന ഒരു നടപടി ഉണ്ടായി. അപ്പോൾ ഒട്ടും പോലീസുമായി ആ ഘട്ടത്തിൽ സഹകരിച്ചില്ല എന്നൊരു ആരോപണം അവർക്ക് ഉണ്ട് താനും. ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായി നീങ്ങുക എന്നത് പോലീസ് ഒരു നടപടിയായി എടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ പിന്തുണ പോലീസ് സേനയ്ക്കുണ്ട്. അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് അല്ലു അർജുൻ എന്നാൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ നേട്ടം കൈവരിക്കുകയോ ചെയ്ത ആളല്ല. ഒരു സിനിമയിൽ അഭിനയിച്ചു, കുറച്ച് പണമുണ്ടാക്കി എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിന് വലിയ സംഭാവനകളൊന്നും നൽകിയിട്ടില്ല എന്ന ആ ഒരു ആക്ഷേപം അന്നേ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നതാണ്. ഇതിൽ ഇന്നിപ്പോൾ ഈ ധനസരി അനസൂയ എന്ന അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവ് പുതിയൊരു ആരോപണവുമായി വന്നിരിക്കുന്നു. അവർ പറയുന്നത് അല്ലു അർജുൻ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൂല്യമുള്ളൊരു സിനിമയല്ല എടുത്തത്, ഒരു ചന്ദനം കള്ളക്കടത്തുകാരൻ്റെ ചിത്രമാണ് പുഷ്പ. ആ സിനിമയ്ക്ക് ദേശീയ പുരസ്കാരം കിട്ടുന്നു, അല്ലു അർജുനെ മഹത് വ്യക്തിയായി വാഴ്ത്തുന്നു. അതേസമയം ജയ് ഭീം പോലുള്ള സിനിമകൾ സാധാരണക്കാരൻ്റെ താഴെത്തട്ടിലുള്ള പിന്നോക്ക വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾ ഉയർത്തിയ സിനിമകൾക്ക് ഒരു അംഗീകാരവും കിട്ടുന്നില്ല. ഇതെന്ത് ചലച്ചിത്ര മൂല്യമാണ് എന്ന് അവർ ചോദിക്കുന്നു. അതേസമയം BJP ആകട്ടെ ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലു അർജുനെ വേട്ടയാടുകയാണ് എന്ന ആരോപണം ഉന്നയിക്കുകയാണ്. രഘുനന്ദറാവും അതുപോലെ തന്നെ BJP നേതാവ് പ്രദീപ് ഭണ്ഡാരിയുമൊക്കെ ഇന്ന് ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അല്ലു അർജുനെ ഒഴിവാക്കാമായിരുന്നൊരു കേസിൽ കരുതിക്കൂട്ടി 11ാം പ്രതിയാക്കി കുടുക്കി എന്ന നിലപാടാണ് BJPയും BRSും ഉപയോഗിക്കുന്നത്. ഇത് രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് അല്ലു കോൺഗ്രസിനെ പിന്തുണച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വരാത്തതിൻ്റെ വാശിയാണ് ഇപ്പോൾ തീർക്കുന്നതെന്നാണ് BJP വ്യക്തമാക്കുന്നത്. ഏതായാലും അവിടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഏറ്റുമുട്ടുന്നു എന്നത് ഉറപ്പാണ്. അല്ലു അർജുനെ സംബന്ധിച്ചിടത്തോളം വളരെ കരുതലോടുകൂടി നീങ്ങേണ്ട ഒരു സാഹചര്യമാണ്. ഏതെങ്കിലും തരത്തിൽ ജാമ്യം റദ്ദാക്കാൻ കഴിയുമോ എന്ന് സർക്കാർ തുടർച്ചയായി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് മറ്റൊരു കോൺഗ്രസ് നേതാവ് ഇന്ന് അല്ലു അർജുനെതിരെ അല്ലെങ്കിൽ അല്ലു അർജുന് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇന്ന് വീണ്ടും പരാതിയുമായി വന്നിരിക്കുന്നത്. അത് നവീൻ എന്ന ഒരു MLC മെമ്പറുണ്ട്, ചിന്താപാണ്ഡു നവീൻ. ഇയാൾ പൊതുവെ അറിയപ്പെടുന്നത് തീന്മാർ മല്ലണ്ണ എന്നാണ്. ഈ മല്ലണ്ണ അവിടെ പോലീസിൽ ചെന്ന് പരാതി കൊടുത്തിരിക്കുകയാണ്. രച്ചക്കൊണ്ട പോലീസ് സ്റ്റേഷനിലെത്തി അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു പരാതി ഈ സിനിമയിൽ പോലീസുകാരെ വളരെ മോശമായി ചിത്രീകരിക്കുന്ന തരം താഴ്ത്തുന്ന ഒരു രംഗമുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു സ്വിമ്മിംഗ് പൂളുമായി ബന്ധപ്പെട്ട ഒരു രംഗമാണ്. ഇത്തരം രംഗങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളെ തരം താഴ്ത്തുന്നതിനും അതിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടമാകുന്നതിനും ഇടയാക്കും. അതുകൊണ്ട് അല്ലു അർജുനും അതിൻ്റെ സംവിധായകനും പുഷ്പ 2വിൻ്റെ സംവിധായകനും അതുപോലെ നിർമ്മാതാവിനുമെതിരെയൊക്കെ ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഏതായാലും
ഇപ്പോഴും അല്ലു അർജുൻ്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. സെൻട്രൽ സോൺ DCP അക്ഷനാഷ് യാദവാണ് ഈ ചോദ്യം ഇതിനിടെയാണ് മനു ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അല്ലുവിൻ്റെ വീടിന് നേരെ ആക്രമണം ഒക്കെ ഉണ്ടായത്. അതും ഒരു സർക്കാർ സ്പോൺസർ ആക്രമണമാണ് എന്ന ആരോപണമൊക്കെ ഉണ്ടായിരുന്നു. പൂർണ്ണമായും ഇപ്പം നമുക്കറിയാം ഏതാണ്ട് 2000 കോടിയിലേക്ക് അടുത്തുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ 2000 കോടി സിനിമയൊക്കെയായി അല്ലുവിൻ്റെ പുഷ്പ 2 മാറുമെന്ന പ്രതീതിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു ഭാഗത്ത് ഈ സിനിമയ്ക്ക് കിട്ടുന്ന വലിയൊരു ജനപ്രീതി, വരുന്ന വൻ കളക്ഷൻ ഉണ്ട്. മറുഭാഗത്ത് രാഷ്ട്രീയമായി അല്ലുവിന് സംഭവിക്കുന്ന വലിയ തിരിച്ചടി, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കമാണ് ഇതെന്ന് പറയുന്നു. ഈ നമുക്കറിയാം വലിയ ഫാൻ ബേസ് ഉള്ള നടൻ കൂടിയാണ് അല്ലു. ഇങ്ങനെ അല്ലുവിനെതിരെ ഒരു സർക്കാർ സംവിധാനം തന്നെ രംഗത്ത് വരുമ്പോൾ, കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുമ്പോൾ അത് ജനങ്ങൾക്കിടയിൽ എന്ത് സന്ദേശമാണ്, എന്ത് അവബോധമാണ് നൽകുന്നത് എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. വലിയ ഒരു ഫാൻസ് അസോസിയേഷനൊക്കെയുള്ള അല്ലുവിനെ നീങ്ങുമ്പോൾ രാഷ്ട്രീയമായി കൂടി അതിന് തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? സ്വാഭാവികമായും അതിനെ പ്രതിരോധിക്കാൻ കൂടി കോൺഗ്രസിനെ കഴിയണം. അല്ലാത്ത പക്ഷം അതൊരു പ്രതിച്ഛായ തകർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്ന് ഉറപ്പാണ്. രണ്ട് തരത്തിൽ ഇതിനെ കാണാൻ രഞ്ജിത്ത്. ഒന്ന്, അല്ലു അർജുനെ പോലെ സമ്പന്നനും കോടീശ്വരനും ഇതുപോലെ സ്വാധീനമുള്ളൊരു വ്യക്തിക്കെതിരെ ശക്തമായി നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞുവെന്ന് പറയുകയും പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ഈ വിഷയം ശക്തമായി ഉയർത്താനും കോൺഗ്രസിന് ശ്രമിക്കാം. ഇന്ന് പുറത്തു വന്നിട്ടുള്ള ഈ ധനസരി അനസൂയയുടെ പ്രതികരണം, അവിടുത്തെ ദളിത് നേതാവാണ്, MLC അംഗമാണ്. അവർ ഇതിനെ തിരിച്ചുവിടുകയാണ്. അതായത് സാധാരണക്കാരൻ്റെ, താഴെത്തട്ടിലുള്ളവൻ്റെ, ദളിത് വിഭാഗത്തിൻ്റെയൊക്കെ ജയ് ഭീം പോലുള്ള അവകാശങ്ങൾ ഉന്നയിക്കുന്ന പടങ്ങൾക്ക് ഒരു അംഗീകാരവും കിട്ടുന്നില്ല. പക്ഷേ ഇതുപോലെ ചന്ദനം കള്ളക്കടത്തുകാരുടെ പടങ്ങൾക്ക് അംഗീകാരം കിട്ടുന്നു. ആ തരത്തിലേക്ക് ഇതുപോലെ ഒരു സമ്പന്നനും വലിയ സ്വാധീനമുള്ള ഒരാൾക്കുമെതിരെ ഒരു നടപടിയെടുക്കാൻ കോൺഗ്രസ് സർക്കാരിന് കഴിയുന്നു എന്നൊരു ആശയം വേണമെങ്കിൽ രേവന്ത് റെഡ്ഡിക്ക് മുന്നോട്ട് വയ്ക്കാം. മാത്രമല്ല, അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഈ അല്ലു അർജുൻ സിനിമയിൽ അഭിനയിച്ചു, പണമുണ്ടാക്കിയ ഒരാൾ മാത്രമാണ്, അതിനപ്പുറത്തേക്ക് നിയമത്തിന് മുന്നിൽ അയാൾ മറ്റൊരാളെ പോലെയാണ് എന്ന് രേവന്ത് റെഡ്ഡി പറയുമ്പോൾ തൻ്റെ സർക്കാരിന് നീതി നടപ്പിലാക്കാൻ കഴിയുന്നു എന്ന് വേണമെങ്കിൽ ഒരു പ്രചരണം നടത്താം. പക്ഷേ അതേസമയം BRSും കോൺഗ്രസും ഇത് രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പുറത്താണ്. അല്ലു അർജുൻ കോൺഗ്രസ് അനുകൂല നിലപാട് സ്വീകരിക്കും. നേരത്തെ ഒരു പാർട്ടി അദ്ദേഹം രൂപീകരിച്ചേക്കുമെന്നൊക്കെയുള്ള റൂമറുകൾ അല്ലെങ്കിൽ കിംവദന്തികളൊക്കെ പരന്നിരുന്നു. പിന്നീട് അത് അല്ലു അർജുൻ തന്നെ നിരാകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഉള്ള ഒരു താല്പര്യം, കോൺഗ്രസ് അനുകൂല നിലപാടെടുത്തില്ല എന്നത് കൊണ്ടാണ് ഇങ്ങനെ സ്വീകരിച്ചത് എന്ന് ഒരു ആക്ഷേപം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകുകയും ചെയ്യും. പക്ഷേ അവിടെയും കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം, അല്ലു അർജുൻ്റെ ഭാര്യയുടെ അച്ഛൻ ചന്ദ്രശേഖർ റെഡ്ഡി കോൺഗ്രസുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ്. അല്ലുവിൻ്റെ കുടുംബത്തിൽ പലരും കോൺഗ്രസുമായി അടുത്ത ബന്ധമുള്ളയാളാണ്. പക്ഷേ അതൊന്നും ഇവിടെ നോക്കുന്നില്ല. ഇവിടെ പണമോ ബന്ധമോ മറ്റൊന്നും നോക്കില്ല. നിയമപരമായി തെറ്റുകാരനാണ് അല്ലു അർജുൻ. അദ്ദേഹം ഈ സംഭവം നടന്ന സമയത്ത് പോലീസ് അവിടുന്ന് സ്ഥലം വിട്ടു പോകണം എന്നാവശ്യപ്പെട്ടപ്പോൾ സിനിമ കാണുന്നതിലേക്ക് വീണ്ടും താല്പര്യം പ്രകടിപ്പിച്ചു. തിരിച്ചു പോകുമ്പോൾ ഒരിക്കൽ അവിടെ ഒരു അപകടമുണ്ടായി, ഒരു സ്ത്രീ മരിച്ചു, ഒരു കുഞ്ഞിന് വളരെയധികം പരിക്കേറ്റു. ആ ഘട്ടത്തിൽ പോലും അതിൻ്റെ ഗൗരവത്തോടെ എടുക്കാൻ അല്ലു അർജുൻ തയ്യാറായില്ല. അത് ഒരു കുറ്റകരമായ നരഹത്യ തന്നെ എന്ന നിലപാടിലേക്ക് നിൽക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രധാന പ്രശ്നം സർക്കാർ നേരിടുന്നത് കുടുംബം സർക്കാരിനൊപ്പം ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ രേവതിയുടെ ഭർത്താവ് ആദ്യഘട്ടത്തിൽ ഈ അല്ലു അർജുനെതിരെയൊക്കെ പരാതി നൽകുകയും അങ്ങനെ മുന്നോട്ട് വരികയൊക്കെ ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് 50 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം പുഷ്പ 2വിൻ്റെ നിർമ്മാതാക്കൾ നൽകി. സ്വാഭാവികമായി അദ്ദേഹം അത് സ്വീകരിച്ചു. കുട്ടിയുടെ ചികിത്സാ കാര്യങ്ങൾക്ക് ഈ പുഷ്പ 2വിൻ്റെ നിർമ്മാതാക്കളും അല്ലുവിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് നല്ല സഹകരണം ലഭിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലുവിനെതിരെ ഒരു കേസിന് താൻ തയ്യാറല്ല എന്ന് കുടുംബം പറയുന്നൊരു സാഹചര്യമാണ് കോൺഗ്രസിനെ സംബന്ധിക്കുമ്പോൾ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ശരി, മനു ഭരതാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും അല്ലു അർജുൻ വിഷയം വലിയൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറുന്നുണ്ട്. വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അല്ലുവിനേതായി ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് പോലീസ് സ്റ്റേഷനിൽ. പക്ഷേ അല്ലു ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് പോലീസ് കേന്ദ്രങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് DMO ഓഫീസിൽ ഒരു കസേരയിലിരിക്കാൻ 2 DMOമാർ. കോടതി ഉത്തരവിൻ്റെ പിൻബലത്തിൽ പഴയ DMO കസേര ഒഴിയാൻ തയ്യാറായില്ല. ഇതോടെ സ്ഥലം മാറി വന്ന വനിതാ ഉദ്യോഗസ്ഥയുടെ ഔദ്യോഗിക കസേരയുടെ അഭിമുഖമായി നിലയുറപ്പിക്കുകയായിരുന്നു. ആരാണ് DMO എന്നറിയാതെ ആശയക്കുഴപ്പത്തിലാണ് ജീവനക്കാർ. MS അനീഷ് കുമാർ ചേർന്നു. അനീഷ്, കൗതുകകരമാണ്, നിയമപ്രശ്നമാണ്, സർക്കാരിൻ്റെ ഉത്തരവുണ്ട്, മറുഭാഗത്ത് കോടതിയുടെ ഉത്തരവുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഈ ഇരുവശത്തും ഇരുന്ന് പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന DMOമാർ അങ്ങനെ തുടരുകയാണോ?
രഞ്ജിത്ത്, കൗതുകവും ഒപ്പം കോമഡിയുമാണ് ദൃശ്യങ്ങൾ. കാരണം അവർ രാവിലെ മുതൽ തന്നെ ഒരു കസേരയുടെ അല്ലെങ്കിൽ ഒരു ചേംബറിനുള്ളിൽ രണ്ടിടത്തായി ഇരിക്കുകയായിരുന്നു. DMOയുടെ സ്ഥാനത്ത് പഴയ ഉണ്ടായിരുന്ന DMOയും പുതിയ DMO ആയ വനിതാ ഉദ്യോഗസ്ഥ മറുവശത്ത് ഇരിക്കുമായിരുന്നു. വാർത്തകളിലും മറ്റുമൊക്കെ ഇത് വന്നതോടുകൂടി തന്നെ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെടുകയും DHS ഒരു നിർദ്ദേശം രണ്ടുപേർക്കും നൽകിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. DMO ആയ N. രാജേന്ദ്രനും ഒപ്പം പുതുതായി സ്ഥാനമേറ്റുവന്ന ആശാദേവിയും അവർ ചുമതല ഏറ്റെടുത്താണ്. അവരോട് ഇരുവരോടും മാറാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പുതിയതായി ചുമതല ഏറ്റെടുത്ത് വന്ന DMO ഇപ്പോൾ സ്ഥലത്തില്ല. ആശാദേവി സ്ഥലത്ത് നിന്നും മാറിയിരിക്കുന്നു. മറുവശത്ത് എന്നാൽ ഈ N. രാജേന്ദ്രൻ എന്ന പഴയ DMO അദ്ദേഹം ഈ കോടതിയുടെ അല്ലെങ്കിൽ ട്രൈബ്യൂണലിന്റെ അനുകൂല ഉത്തരവുമായാണ് വന്നത്. അദ്ദേഹം ഈ ഓഫീസിൽ തന്നെ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉച്ചഭക്ഷണത്തിന് വേണ്ടി പോലും അദ്ദേഹം പുറത്തേക്ക് പോയിട്ടില്ല. അതായത് രാവിലെ വന്ന് ആ കസേരയിൽ ഇരുന്ന ശേഷം ആ കസേരയിൽ നിന്ന് ഒരു നിമിഷം പോലും അദ്ദേഹം അവിടെ നിന്നും മാറിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോഴും ആ കസേരയിൽ തന്നെ ഇരിപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പുതുതായി ചുമതല ഏറ്റെടുത്ത DMO ഉച്ചഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് പോയിരിക്കുന്നു. ഒരുപക്ഷെ അവർ ഈ DHSൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ഈ സ്ഥാനത്ത് നിന്നും മാറി നിൽക്കുന്നതാണോ എന്ന് നമുക്ക് വ്യക്തമല്ല. അവരെ ഫോണിൽ വിളിച്ചിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ ഈ ക്യാബിനുള്ളിൽ ഒരു DMO മാത്രമാണുള്ളത്. ഡോക്ടർ N. രാജേന്ദ്രൻ എന്ന പഴയ DMO മാത്രമാണ് ഇതിനകത്തുള്ളത്. ആശാദേവി പുറത്തേക്ക് പോയിരിക്കുന്നു. ഒരുപക്ഷെ ഉച്ചഭക്ഷണം കഴിക്കാൻ പോയതാവാം. എന്തായാലും ഈ കസേര വിട്ടുകൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനിയും ആ കസേരയിൽ നിന്ന് കുറച്ചു നേരമെങ്കിലും എഴുന്നേറ്റ് മാറിയാൽ പുതിയ DMO വന്ന് സ്ഥലത്തിരിക്കുമോ എന്നൊരു ആശങ്ക കൊണ്ടാവാം ഒരുപക്ഷെ അദ്ദേഹം ഉച്ചഭക്ഷണം പോലും കഴിക്കാൻ പോവാതെ ആ കസേരയിൽ തന്നെ ഇപ്പോഴും മണി 2:30 കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ആ കസേരയിൽ നിന്ന് ഒരു തവണ പോലും എണീറ്റിട്ടില്ല എന്നാണ് നമുക്ക് ജീവനക്കാർ പറയുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു സ്ഥലം മാറ്റം കേരളത്തിലെ ഏതാണ്ട് 7 DMOമാരുടെ സ്ഥലം മാറ്റം നടത്തുകയും ഇദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തത്. തുടർന്ന് എറണാകുളത്ത് DMO ആയിരുന്ന ഡോക്ടർ ആശാദേവി ഇവിടേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം ട്രൈബ്യൂണലിനെ സമീപിച്ച ശേഷം ഒരാഴ്ച ഈ ഉത്തരവിന് സ്റ്റേ നൽകുകയും ചെയ്തിരുന്നു. മറ്റ് 3 പേർ കൂടി സമാന രീതിയിൽ തന്നെ കോടതിയെ സമീപിക്കുകയും ചെയ്തു. ആ സ്റ്റേയിൽ ഒരാഴ്ച കൂടി അദ്ദേഹം ഈ സ്ഥാനത്ത് തുടരണമെന്ന് ഉത്തരവായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാലാവധി ഇന്നലെ കഴിയുന്ന ഒരു സാഹചര്യം. ഒരാഴ്ച ഈ സ്റ്റേ നൽകിയതുകൊണ്ട് തന്നെ ആശാദേവി അവധി എടുത്തു പോവുകയും അവർ ഇവിടേക്ക് വരികയും ചെയ്തില്ല. അതിനുശേഷം ഇന്നലെയാണ് ഈ ഉത്തരവിന്റെ കാലാവധി, അതായത് സ്റ്റേ നൽകിയ 7 ദിവസ കാലാവധി കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ആശാദേവിയും ഇവിടേക്ക് എത്തി. 2 DMOമാരും അകത്തിരിക്കുന്ന സാഹചര്യം. പക്ഷേ തന്റെ ഉത്തരവിന് അടുത്ത വിശദമായ വാദം കേൾക്കാനായി മാറ്റിയ സാഹചര്യത്തിൽ ആ ഉത്തരവ് കുറച്ചുകൂടി ദീർഘിപ്പിച്ചു എന്ന ഒരു കാര്യമാണ് N. രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന വിശദീകരണം. അതുകൊണ്ട് താൻ ഇവിടെ തന്നെ തുടരുക ചെയ്യും എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. ആരോഗ്യവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പലവട്ടം ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും അദ്ദേഹം വഴങ്ങാൻ തയ്യാറല്ല. കോടതി മുഖേന അല്ലെങ്കിൽ ട്രൈബ്യൂണൽ മുഖേന താൻ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതുവരെ ഇവിടെ തന്നെ ഇരിക്കുമെന്നാണ് അറിയിച്ചത്. ഒടുവിൽ ഇന്ന് വളരെ വിശദമായി തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുകയും ആരോഗ്യവകുപ്പിന് തന്നെ നാണക്കേടാവുകയും മാറുകയും ചെയ്ത സാഹചര്യത്തിൽ DHS 2 പേരോടും ആരോഗ്യ ഡയറക്ടർ 2 പേരോടും ഈ സ്ഥാനത്ത് നിന്ന് തൽക്കാലം മാറി നിൽക്കൂ, കോടതി ഉത്തരവുകളൊക്കെ വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ കൈക്കൊള്ളാം എന്നാണ് അറിയിച്ചത്. പക്ഷേ ആ ഒരു ഉത്തരവിനും അല്ലെങ്കിൽ ആ ഒരു നിർദ്ദേശത്തിനും കാര്യമായ ഗൗനിക്കൽ ഈ രാജേന്ദ്രൻ പഴയ DMOയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. അദ്ദേഹം ആ കസേരയിൽ തന്നെ ഇരിക്കുകയാണ്. അവിടെ നിന്നും ഉച്ചഭക്ഷണത്തിന് പോലും പോവാതെ ആ കസേരയിൽ ഇരിക്കുകയും മറിച്ച് പുതുതായി എത്തിയ DMO പുറത്തേക്ക് പോയിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ആരോഗ്യവകുപ്പിന്റെ ഇടപെടലുണ്ട്. നേരത്തെ പറഞ്ഞ DHS ഈ വിഷയത്തിൽ ഇടപെടുകയും 2 പേരോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 2 പേരും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണോ? നേരിട്ടുള്ള ഒരു ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോൾ ഉണ്ടാകണമല്ലോ. കാരണം ചില്ലറയല്ല ഈ വകുപ്പിനെ ഇത് നാണക്കേടുണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരാൾ ഒന്ന് വിട്ടുവീഴ്ച നടത്തിയാൽ പരിഹരിക്കാവുന്ന ഒരു വിഷയമാണ്. 2 പേരും വാശിയിലാണോ? ഇപ്പോൾ ഒരാൾ ഊണ് കഴിക്കാൻ പുറത്തുപോയി എന്ന് പറയുന്നതിന് പകരം സ്ഥലം മാറി വന്ന DMO തൽക്കാലത്തേക്ക് DHSന്റെ ഉന്നത ഉത്തരവ് അനുസരിച്ച് മാറി നിൽക്കുന്നു എന്നുകൂടി വേണമേ അനുമാനിക്കാം അല്ലേ? രജിത്ത്, പക്ഷേ ഇതിന് ഈ നിയമത്തിലുപരി സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കാരണം ഈ നിലവിലെ സ്ഥലം മാറ്റ ഉത്തരവ് പൂർണ്ണമായും റദ്ദാക്കുകയോ അത് പൂർണ്ണമായും മരവിപ്പിക്കുകയോ ചെയ്തിട്ട് ഉള്ളതല്ല എന്നാണ് ആശാദേവി പറയുന്നത്. ഡോക്ടർ N. രാജേന്ദ്രന്റെ ഹർജി അല്ലെങ്കിൽ ട്രൈബ്യൂണലിലെ ഹർജി പരിഗണിച്ച് അദ്ദേഹത്തിന്റെ സ്ഥാനമാറ്റം താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് ഉണ്ടായത്. അല്ലെങ്കിൽ ആ ഉത്തരവിന് ആ ഒരു നടപടി സ്റ്റേ ചെയ്യുകയാണുള്ളത്. പക്ഷേ ആശാദേവിക്ക് തിരിച്ച് ഈ ഏത് സ്ഥലത്തേക്ക് പോകണം അല്ലെങ്കിൽ അവരെന്താണ് ചെയ്യേണ്ടത് എന്നത് സംബന്ധിച്ച
ഒരു കൃത്യമായ ചുമതലയില്ല. കാരണം അവർ എറണാകുളത്ത് നിന്നും വരികയും ഇവിടെ ചുമതല ഏറ്റെടുക്കുകയും ഔദ്യോഗിക സിം കാർഡ് അടക്കം എടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ചുമതല പൂർണ്ണമായും ഏറ്റെടുത്ത ഒരു ആളാണ്. അവർക്കതുകൊണ്ട് എന്ത് ചെയ്യണം, ഇനി തിരിച്ച് എറണാകുളം DMOയിലേക്ക് പോയാൽ അവിടെ ആ സ്ഥാനത്ത് മറ്റൊരാൾ ചുമതല ഏറ്റെടുത്ത് അവർ ചുമതലകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് അത്തരത്തിലൊരു വ്യക്തത ആ ഉത്തരവിലില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാന പ്രശ്നമായി ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാരിനും അക്കാര്യത്തിലൊരു വ്യക്തത, കാരണം ട്രൈബ്യൂണലിന്റെ ഭാഗത്തു നിന്നും ഉള്ള ഉത്തരവാണ് എൻ രാജേന്ദ്രന്റെ മാറ്റം, സ്ഥലമാറ്റം താൽക്കാലികമായി സ്റ്റേ ചെയ്യുകയും അദ്ദേഹം ഈ DMO സ്ഥാനത്ത് തുടരുകയും ചെയ്യട്ടെ എന്നത്. പക്ഷേ മറുവശത്ത് ഈ പുതിയതായി വരുന്ന ആളെ എങ്ങോട്ട് ചെയ്യണം, അത് അവരെ എന്ത് ചെയ്യണം എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായ ഒരു നിർദ്ദേശം നൽകുകയും ഉണ്ടായില്ല. എന്തായാലും ഈ സ്ഥലമാറ്റം നടന്നു കഴിഞ്ഞിരിക്കുന്നു, അവരെല്ലാവരും ചുമതല ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഒരു തൊഴിൽ തർക്കം എന്ന രീതിയിൽ അല്ലെങ്കിൽ സർവീസ് ചട്ടം അല്ലെങ്കിൽ സർവീസ് തർക്കം എന്ന രീതിയിൽ അത് മുന്നോട്ട് പോവുകയും കോടതി അല്ലെങ്കിൽ ട്രൈബ്യൂണൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയുമാണ് വേണ്ടത്. പക്ഷേ ഫലത്തിൽ 2 DMOമാർ ഈ ഓഫീസിൽ ഉണ്ട് എന്നതാണ് വസ്തുത. ഇപ്പോൾ ഒരു DMO, വനിതാ DMO സ്ഥലത്ത് നിന്ന് പോയിരിക്കുന്നു. അവരൊരു പക്ഷേ ഉച്ചഭക്ഷണം കഴിക്കാൻ പോയതായിരിക്കാം, അല്ലെങ്കിൽ DSSന്റെ അഭ്യർത്ഥന മാനിച്ച് ഇവിടെ നിന്നും താൽക്കാലികമായി ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ മാറി നിൽക്കുന്നതാവാം. കാരണം ഒരേ ഓഫീസിൽ ഒരു ഉദ്യോഗസ്ഥൻ ഇരുന്ന് ജോലി ചെയ്യുന്നു, മറുവശത്ത് ഒരു പദവികളും കിട്ടാതെ ഒരു കാര്യം ചെയ്ത ഒരു സ്ത്രീ, അതും ഏറെ കാര്യങ്ങൾ നിപ്പ പോലുള്ള സാംക്രമിക രോഗങ്ങൾ ഉണ്ടായപ്പോൾ വലിയ ഫലപ്രദമായി കാര്യങ്ങൾ നിർവഹിച്ച ഒരു ഉദ്യോഗസ്ഥ കൂടിയാണ് ആശാദേവി എന്ന് പറയുന്ന ഡോക്ടർ ആശാദേവി. അവർ മറുവശത്ത് ഒരു ജോലിയും ചെയ്യാതെ നോക്കുകുത്തിയായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അങ്ങേയറ്റം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമാണ്. അതിനൊരു തീർപ്പുണ്ടാക്കേണ്ടത് സർക്കാരായിരുന്നു. ഒന്നെങ്കിൽ ഈ കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത കൈവരുത്തുക, അല്ലെങ്കിൽ കൃത്യമായ ഒരു ഉത്തരവ് ഈ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്നതൊക്കെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു ഇടപെടൽ കൃത്യമായി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും പഴയ DMO അല്ലെങ്കിൽ ഇപ്പോഴും DMO എന്ന് അവകാശപ്പെടുന്ന ഡോക്ടർ N രാജേന്ദ്രൻ ഈ കസേരയിൽ തന്നെ ഇപ്പോഴും ഇരിക്കുന്നു. അതാണ് സാഹചര്യം. ഒരു DMO ഇപ്പോൾ പുറത്തേക്ക് പോയി, ഊണ് കഴിക്കാൻ പോലും പുറത്തു പോകാതെ മറ്റേ DMO അവിടെ തുടരുകയുമാണ്. 2 DMOമാരും മാറി നിൽക്കാൻ DHS ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു DMO കാത്തുകാത്തിരുന്ന് ഒരു പക്ഷേ വിശന്നിട്ടായിരിക്കും അവർ പുറത്തേക്ക് പോയത്. ആശാദേവി എന്ന DMO ആണ്. കോടതി ഉത്തരവ് പ്രകാരം വന്ന ആളാണ് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. പക്ഷേ മറ്റേ DMO ഇപ്പോഴും തുടരുകയാണ്. പരസ്പരം കസേരയിലിട്ട് ഇരുന്നാണ് ഇരുവരും ഇപ്പോൾ അവിടെ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്. ഏതായാലും കൗതുകകരമായ വളരെ തമാശ കലർന്ന ഒരു സാഹചര്യത്തിനാണ് DMO ഓഫീസ് വേദിയാകുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേള. സ്പോട്ട് ലൈവ് തുടരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസുകളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് തുടരുന്നു. കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പരാതിയിലെടുത്ത കേസിലും പ്രത്യേക അന്വേഷണ സംഘം കാഞ്ഞിരപ്പള്ളി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. മേക്കപ്പ് മാനേജർ സജീവിനെതിരെയാണ് കേസ്. നടന്മാരായ M. മുകേഷ് MLA, ഇടവേള ബാബു എന്നിവർക്കെതിരായ ആലുവ സ്വദേശിനിയായ നടി നൽകിയ പരാതികളിൽ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. നവമി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേസുകൾ കുറേ 10-25ഓളം കേസുകൾ എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ചില കേസുകളിൽ മാത്രമാണ് കുറ്റപത്രത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും സജീവമായ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പരാതി? അതിലിപ്പോൾ എന്താണ് മേക്കപ്പ് മാനേജർക്കെതിരെയുള്ള കേസിൻ്റെ വിശദാംശങ്ങൾ? രഞ്ജിത്ത്, നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ കോടതിയിൽ ഈ ഹർജി പരിഗണിക്കുകയും അന്ന് കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ചോദിച്ചിരുന്നു, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് സർക്കാരിന്റെ കയ്യിലുണ്ടായിട്ടും എന്തിന് ഇത്ര നാളും പൂഴ്ത്തിവെച്ചു, അതിലെന്ത് നടപടി സ്വീകരിച്ചു എന്നൊരു നിർണായകമായ ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആ സമയത്താണ് സർക്കാർ കോടതിയെ അറിയിച്ചത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയ പരാതിക്കാരോട്, ആ മൊഴി നൽകിയ വ്യക്തികളോട് ഇത് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ എന്ന് അന്വേഷിച്ച് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് അന്ന് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ആയിരുന്നു ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ്, കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നെ സമീപിക്കുകയും ഈ പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെന്ന് അന്വേഷണ സംഘത്തെ അറിയിക്കുകയും ചെയ്തത്. ആ കേസിലാണ്, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിലെടുത്ത ആദ്യ കേസിലെ ആദ്യ കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് 2014 സംഭവം.
ഒപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള താൻ ഒരു സിനിമയിലെ സെറ്റിൽ വെച്ച് മേക്കപ്പ് മാനേജർ ആയിട്ടുള്ള സജീവ തന്നോട് മോശമായി പെരുമാറുകയും തന്നോട് ലൈംഗിക അതിക്രമം നടത്തുകയും ചെയ്തു എന്നായിരുന്നു ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് നൽകിയ പരാതി. ഈ പരാതിയിലായിരുന്നു പ്രത്യേക ഒരു അന്വേഷണം നടന്നത്. ഈ അന്വേഷണത്തിലാണ് ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായും ആരോപിക്കുന്നത്, എന്തൊക്കെ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തായാലും ഈ ഏകദേശം 50 കേസുകളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രത്യേക അന്വേഷണ സംഘം എടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ മുകേഷിനെയും ഇടവേള ബാബുവിനെതിരായിട്ടുള്ള ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതിയിലും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് കൊച്ചിയിലുമാണ് ഈ ഇടവേള ബാബുവിനും മുകേഷിനും എതിരായിട്ടുള്ള പരാതികൾ നൽകിയിരിക്കുന്നത്, കോടതികളിലുമായി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിലും കൂടുതൽ കുറ്റപത്രങ്ങൾ സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം 7 കുറ്റപത്രങ്ങൾ വിവിധ കോടതികളിലായി സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയ പരാതിക്കാരിയുടെ കേസിലെ ആദ്യ കുറ്റപത്രമായിരുന്നു ഇന്ന് സമർപ്പിച്ചത്. അതാണ് സാഹചര്യം. ഏതായാലും ആദ്യ കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യം കൂടിയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കുറ്റപത്രങ്ങൾ സമർപ്പിക്കുന്നത് തുടരുകയുമാണ്. മറ്റൊരു വാർത്ത ഇടുക്കി കട്ടപ്പനയിൽ നിന്നാണ്. ഇടുക്കി കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ നടപടി. റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറി രജി എബ്രഹാം ഉൾപ്പെടെയുള്ള 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. സൊസൈറ്റി ഡയറക്ടർ ബോർഡ് യോഗത്തിൻ്റെതാണ് തീരുമാനം. പ്രിൻസ് ജെയിംസ് ചേരുകയാണ്. പ്രിൻസ്, നമുക്കറിയാം അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയൊക്കെ ആരോപണമുണ്ടായിരുന്നു. ഇപ്പോൾ തൽക്കാലം ഉദ്യോഗസ്ഥരെ നടപടി എടുത്തുകൊണ്ട് ഈ വിഷയത്തിലൊരു തണുപ്പിക്കലിനാണോ ശ്രമം? രഞ്ജിത്ത്, തീർച്ചയായും മൊത്തത്തിൽ വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഈ ഇത്രയും ദിവസങ്ങൾ ആയിട്ട് പോലും ഇതുവരെയും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ പോലീസ് ഇതുവരെയും ആർക്കെതിരെ കേസെടുത്തിട്ടില്ല. പ്രത്യേകിച്ചും മേഖലയിലെ പ്രധാന പ്രാദേശിക നേതാവ് CPM ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ ആയ മുൻ ബാങ്ക് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും മരണപ്പെട്ട സ്ഥാപനത്തെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള ഫോൺ സന്ദേശം ഉണ്ടായിട്ട് പോലും അതിനനുസരിച്ചുള്ള നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം CPM നേതാവിന്റെയും ഒപ്പം ബാങ്ക് ജീവനക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പോലീസ് പറയുന്നത് ഈ മൊഴിയിൽ നിന്നും ഒപ്പം സാബുവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാങ്ക് CCTV ദൃശ്യങ്ങളൊക്കെ ശേഖരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ നിന്നുമൊക്കെ തെളിവുകൾ ലഭിച്ചാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ബാങ്ക് നിലവിൽ ഇവർക്കെതിരെ താൽക്കാലികമായ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ബാങ്ക് സെക്രട്ടറിയായ റജി, ഒപ്പം സീനിയർ ക്ലർക്ക് ഒപ്പം ജൂനിയർ ക്ലർക്കായ ബിനോയ് എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഇവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇവർ 3 പേരുടെയും പേരാണ് അന്ന് മരണ ദിവസം ലഭിച്ച സാബുവിന്റെ ആത്മഹത്യാ കുറിപ്പിൽ നിന്നും ലഭിച്ചത്. ഇവർ മോശമായി പെരുമാറുകയും കൈകാര്യം ചെയ്യുകയും ചെയ്തെന്നുള്ള ആരോപണം മുൻപും പലതവണ ഈ ബാങ്കിലെത്തിയപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റം ഉണ്ടായതായി സാബുവിന്റെ ഭാര്യയും മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും വിഷയത്തിൽ താൽക്കാലികമായെങ്കിലും ഡയറക്ടർ ബോർഡ് ചേർന്നുള്ള ഒരു തീരുമാനം നടപടി ഉണ്ടായിരിക്കുന്നു. ശരി. മറ്റൊരു വാർത്ത, എറണാകുളത്ത് NCC ക്യാമ്പിലുണ്ടായ ഭക്ഷ്യവിഷബാധയിൽ അന്വേഷണത്തിന് ബ്രിഗേഡിയർ റാങ്കിലുള്ള ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തി. കൊല്ലം NCC ഗ്രൂപ്പ് കമാൻഡന്റ് സുരേഷ് ജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ഉണ്ടാവുക. ഇതിനിടെ ഭക്ഷ്യവിഷബാധയെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ SFI നേതാക്കൾക്കെതിരെയും കളമശ്ശേരിയിലെ BJP കൗൺസിലർമാർക്കെതിരെയും പോലീസ് കേസെടുത്തു. വീടുകളിലേക്ക് മടങ്ങിയ വിദ്യാർത്ഥികളോട് ക്യാമ്പിൽ തിരിച്ചെത്താൻ അധികൃതർ നിർദ്ദേശം നൽകി. ഭക്ഷ്യവിഷബാധയേറ്റ 80-ലധികം വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നവമി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ ഒരു ഭക്ഷ്യവിഷബാധ ഏറ്റ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. NCC ഗ്രൂപ്പ് കമാൻഡർ സുരേഷ് ജിക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റത്, എന്ത് ആഹാരം കഴിച്ചതിലാണ്? കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 10 ദിവസത്തെ ക്യാമ്പാണ്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും കുട്ടികൾക്ക് ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. എന്തായാലും എത്രയും വേഗം ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കരസേന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്നലെ നടന്ന സംഘർഷത്തിൽ, അതായത് ഇന്നലെ വൈകുന്നേരത്തോടു
കൂടി കുട്ടികൾക്ക് ഈ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നു. ഇവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലും മറ്റ് ആശുപത്രികളിലും ഒക്കെ ആയിട്ട് പ്രവേശിക്കുന്നു. ആശങ്ക അറിയിച്ചുകൊണ്ട് കോളേജിലെത്തിയ വിദ്യാർത്ഥികളെ ഈ കരസേന ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ തർക്കം നിലനിന്നിരുന്നു. ആ സമയത്ത് ചില SFI നേതാക്കളും BJP നേതാക്കളും ഒക്കെ അവിടെ എത്തുകയും പ്രവർത്തകരുമൊക്കെ അവിടെ എത്തുകയും അവിടെ വലിയ രീതിയിൽ ഈ കരസേന ഉദ്യോഗസ്ഥരെയും ഈ രക്ഷിതാക്കളും ഒക്കെ ആയിട്ട് വലിയൊരു വാക്കുതർക്കം നിലനിന്നിരുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില SFI നേതാക്കൾക്കെതിരെയും BJP കൗൺസിലർക്കെതിരെയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇവിടെ SFI പ്രവർത്തകർ ഇവിടെ എത്തി അവിടെ ഈ പ്രശ്നങ്ങൾ വഷളാക്കുകയും ചില കാര്യങ്ങൾ അനാവശ്യമായി പെരുമാറുകയും ചെയ്തു എന്നുകൂടി ഈ കേസിൽ ഈ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇവർക്കെതിരെ ഈ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി കൂട്ടം ചേരുന്നതിനും സംഘർഷമുണ്ടാക്കിയതിനുമാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതിൽ SFI നേതാവായിട്ടുള്ള വനിതാ നേതാവായ ഭാഗ്യലക്ഷ്മിയാണ് ഒന്നാം പ്രതിയായി ചേർക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ ഇന്നലെ ഏകദേശം 70ഓളം വിദ്യാർത്ഥികളായിരുന്നു ആശുപത്രിയിൽ അഡ്മിറ്റ് ആയത്. ഇവരെല്ലാം ആശുപത്രി വിട്ടു, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. 2 ദിവസത്തെ അവധിക്ക് ശേഷം 28-ാം തീയതി വീണ്ടും ക്യാമ്പ് തുറന്ന് പ്രവർത്തിക്കും. ക്യാമ്പ് പുനരാരംഭിക്കും. 26-ാം തീയതി ക്യാമ്പ് പുനരാരംഭിക്കുമെന്ന് കൂടി NCCയുടെ ഭാഗത്തു നിന്നും റിപ്പോർട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ കുട്ടികളോടൊക്കെ ക്യാമ്പിൽ നിന്ന് പോയ കുട്ടികളൊക്കെ തിരിച്ചെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുവരെയുള്ള അന്വേഷണം അതിപ്പോൾ ഇപ്പോൾ നേരിട്ടൊരു വലിയ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നതിന് മുൻപ് നേരത്തെ നടന്ന അന്വേഷണത്തിലൊക്കെ എന്താണ് ഒരു വ്യക്തതയിലേക്ക് വന്നിരിക്കുന്നത്? ഒരു ഭക്ഷ്യവിഷബാധ രീതിയിൽ കാര്യക്ഷമമല്ലാത്ത രീതിയിൽ അശ്രദ്ധമായി ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തതിലുള്ള പരിണിത ഫലമാണെന്നത് വ്യക്തമാണ്. ഈ കുട്ടികളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് നവമി? രഞ്ജിത്ത്, ഇന്നലെ ഈ സംഭവം നടന്നതിന് ശേഷം മാതാപിതാക്കളോടൊപ്പം ഒരു വിഭാഗം കുട്ടികൾ പോയിരുന്നു. ഏകദേശം 500-ലധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അതിൽ പകുതിയോളം കുട്ടികൾ ഇന്നലെ മാതാപിതാക്കളോടൊപ്പം തിരിച്ചു പോയിരുന്നു. പലരും ആശങ്കപ്പെട്ട് ഇന്ന് രാവിലെ മാതാപിതാക്കൾ വരികയും അവരോടൊപ്പം കുട്ടികൾ പലരും തിരിച്ചു പോവുകയും ചെയ്തു. ആശുപത്രിയിലുള്ള വിദ്യാർത്ഥികളുമൊക്കെ ഡിസ്ചാർജായി, അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. അവർ വീട്ടിലേക്ക് പോയിരുന്നു. പക്ഷേ ഈ NCCയിൽ നിന്നും നേതൃത്വത്തിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അവരോട് നിർദ്ദേശം നൽകിയത് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ തിരിച്ച് ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യണമെന്നാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ സർട്ടിഫിക്കറ്റിനെ അത് ബാധിക്കും. കാരണം ഈ NCC നമുക്കറിയാം, ഈ 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾക്ക് മാർക്കിൽ നിർണായകമാകുന്ന ഒരു സ്ഥാനം വഹിക്കുന്ന കൂടിയാണ് NCC. ആ ഒരു ഘട്ടത്തിൽ ഈ ക്യാമ്പ് പുനരാരംഭിച്ചേ മതിയാകൂ, ഇല്ലെങ്കിൽ ഇവരുടെ മാർക്കിനെ പോലും ഇത് ബാധിക്കും. അതുകൊണ്ട് എത്രയും വേഗം തിരിച്ചെത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ജില്ലാ കളക്ടർ ഇടപെട്ട് അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി, കുട്ടികളുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം പുനരാരംഭിച്ചാൽ മതി എന്ന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ 2 ദിവസത്തെ സാവകാശം കൂടി കുട്ടികൾക്ക് നൽകിയത്. 2 ദിവസത്തെ സാവകാശത്തിന് ശേഷം 26-ാം തീയതി വീണ്ടും ക്യാമ്പ് പുനരാരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. രാവിലെയോടുകൂടി തന്നെ എല്ലാവരും ആശുപത്രി വിടുകയും ചെയ്തു. വയറിളക്കവും ഛർദിലും നിർജ്ജലീകരണവുമായിട്ടായിരുന്നു വിദ്യാർത്ഥികളൊക്കെ ആശുപത്രിയിലായത്. പലർക്കും വലിയ രീതിയിൽ ആശങ്ക വന്നിരുന്നു. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ കൂടി പല വിദ്യാർത്ഥികളും നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും NCC ക്യാമ്പിലെ ഭക്ഷ്യവിഷബാധ അന്വേഷിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇതോടെ സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. ഇനി വാർത്താ ബുള്ളറ്റിനുമായി TG സൈത്ത് ചേരും.